മനുഷ്യന്റെ കടമ എന്താണ്? പ്രകൃതി തന്നിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ലല്ലോ. കാശുണ്ടാവും, ചിലപ്പോൾ നല്ല ആർക്കിടെക്ട് ഉണ്ടാവും, ഐഡിയ ഉണ്ടാവും, മറ്റവനത് ബുദ്ധിമുട്ടാകാൻ പാടില്ല. ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീടുമുണ്ട്, 14,000 സ്ക്വയർ ഫീറ്റ് വീടുമുണ്ട്. ഈ 14,000 സ്ക്വയർ ഫീറ്റ് വീടിനുള്ളവന് കുറേ അധികം കാറുകളും കുറേ അധികം ഗസ്റ്റുകളും അവരുടെ റോഡും അവരുടെ കാര്യങ്ങളൊക്കെ വരണം. അതുകൊണ്ട് നമ്മളൊരു സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡിയും ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡിയും നമ്മൾ പ്രാക്ടിക്കലായിട്ട് നടത്തണം. നമ്മൾ ഉണ്ടാക്കുന്ന ഈ വീട് കൊണ്ട് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അയൽവാസികൾക്കും പ്രകൃതിക്കും പല ആൾക്കാരും ബാക്ക് വാട്ടേഴ്സിൻ്റെ അടുത്തൊക്കെ വീടുണ്ടാക്കാനാണ്. അപ്പോൾ ആ ബാക്ക് വാട്ടേഴ്സ് ജീവിക്കുന്ന കുറേ മത്സ്യങ്ങളുണ്ടാവും, പക്ഷികളുണ്ടാവും. നമ്മളെ കൊണ്ട് പ്രകൃതിക്ക് ഒരു കോട്ട. അപ്പോൾ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി, അതോടെ തന്നെ സോഷ്യൽ ഇമ്പാക്ട്. നമ്മുടെ വേസ്റ്റ് കൊണ്ടുവന്ന ചെറിയൊരു ഡ്രെയിനേജ് ആയി ഉണ്ടാകുക, പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്നത്. നമ്മൾ കൊണ്ടുവന്നത് നമ്മളെല്ലാം തള്ളുക, STPയിലെ വെള്ളം ഡ്രെയിനേജിലേക്ക് തള്ളാന്നൊക്കെ റൂൾ അനുവദിക്കുന്നുണ്ട്. അനുവദിക്കുന്നുണ്ട് എങ്കിലും എൻ്റെ 20 നിലൻ്റെ വീട്ടിലെ അപ്പാർട്ട്മെന്റിലെ STPന്റെ വെള്ളം എൻ്റെ മുമ്പിൽ കൂടെ ഡ്രെയിനേജിൽ കൂടെ പോകുമ്പോൾ അവന് സൈക്കോളജിക്കൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. സോ അതുകൊണ്ട് കഴിയുമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കോമ്പൗണ്ട് സെൽഫ് സസ്റ്റെയിൻഡ് ആയിരിക്കും. അതിനെക്കൊണ്ട് അത് വേസ്റ്റ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, സോളിഡ് വേസ്റ്റ് ആയിക്കോട്ടെ, വേസ്റ്റ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, സൗണ്ട് ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, എല്ലാം തന്നെ വേറൊരുത്തരും ബുദ്ധിമുട്ടില്ലാതിരിക്കും.